വളരെ കാലം കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് ഏകദേശം 18 വർഷത്തോളം മെമ്പർ ഓഫ് പാർലമെൻറ്റുമായ രാഹുൽ ഗാന്ധി വീർ സവർക്കറെ സ്ഥിരമായിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള പല ആളുകൾക്കും ഇതിനെപ്പറ്റിയുള്ള ഏകദേശ ധാരണയില്ല. ബേസിക്കലി ആരാണ് വീർ സവർക്കർ? ഇവിടെ ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇപ്പോൾ സവർക്കറെ പറ്റി പറയുന്നത് അദ്ദേഹം ഷൂ നക്കി, അതേപോലെ തന്നെ ക്ഷമാപണം എഴുതി കൊടുത്തു. ഇതൊക്കെ സത്യമാണ്. കാരണം സെല്ലുലാർ ജയിലിൽ നടന്ന സംഭവം അത് എത്ര ക്രൂരമായ രീതിയിലാണ് സവർക്കറെ ബ്രിട്ടീഷുകാരെ ട്രീറ്റ് ചെയ്തത്. കാരണം ഒരു ബ്രിട്ടീഷ് ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ചു. ഇതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന ചാർജ്. അപ്പം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധമെടുക്കണം, അതിനുവേണ്ടി ഒരു ഫോർമേഷനാണ് വീർ സവർക്കർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആദ്യകാലത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന. ഇപ്പം നിങ്ങൾ ചോദിക്കും ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ തുടക്കക്കാരൻ പുള്ളിയാണ്. അതിൻ്റെ റീസണുണ്ട്. എന്തുകൊണ്ടാണ് അത് ഹിന്ദുത്വ ഐഡിയോളജിയിലോട്ട് പോകാനുണ്ടായ കാരണമുണ്ട്. ഈ പറയുന്ന സമയത്തൊക്കെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്തും അതേപോലെ തന്നെ പിന്നീട് ഉണ്ടായ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമൊക്കെ ഇവിടെ ഒരു ഹിന്ദു യൂണിറ്റി വേണമെന്നുള്ള ആഗ്രഹം അത് ഇവിടെയുള്ള ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹിന്ദുക്കൾക്കും ഉണ്ടായിരുന്നൊരു ആവശ്യമായിരുന്നു. കാരണം മുഗൾ ഭരണ സമയത്ത് ഏറ്റവും ക്രൂരമായിട്ട് അതായത് ആക്രമിക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കളായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം സുപ്രീം കോർട്ടിൻ്റെ പുതിയ വിധി അനുസരിച്ചും ഇവിടുത്തെ ഹിന്ദു ദേവാലയ അമ്പലങ്ങൾ ഏകദേശം ആയിരക്കണക്കിനാണ് ഇടിച്ച് പൊളിച്ചിട്ട് അവിടെ മസ്ജിദുകൾ പണിത് മുഗൾ ഭരണകാലത്ത്. അത് ടിപ്പു മോശമായിരുന്നു. ഇപ്പം ഇന്ത്യയിലാകുവാൻ ഇത് ഇഷ്യൂ ഉണ്ടാകാനുണ്ടായ കാരണം മനസ്സിലാക്കേണ്ട ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇപ്പം ഹിന്ദു എന്ന് പറയുന്നത് ബേസിക്കലി മതമല്ല, ഒരു കൾച്ചറൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പം അതിനെ നശിപ്പിച്ചിട്ട് പൂർണ്ണമായിട്ടും ഇസ്ലാമിക രീതിയിൽ അതിനെ കൊണ്ടുവരുവാൻ മുഗൾ ഭരണം ശ്രമിച്ചു. ഇതാണ് അതിൻ്റെ ബേസ് റീസൺ. ഇത്രമാത്രം ഹിന്ദുത്വ റൈറ്റ് വിങ് ഉണ്ടാകാനുണ്ടായ കാരണം അതിന് സവർക്കർ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രം, അതായത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മൊണ്ണയ്ക്ക് ആകെ അറിയാവുന്ന അയാളുടെ പിതാവിനെ പറ്റി, ഇന്ദിരാഗാന്ധിയെ പറ്റിയും കുറച്ച് കൂടെ നടക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്ക് ഒരിക്കലും വീർ സവർക്കറെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഐക്കോണിക് ഫിഗറാണ് ഈ പറയുന്ന വീർ സവർക്കർ. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വീർ സവർക്കറെ അറ്റാക്ക് ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്തുള്ള വലിയൊരു വിഭാഗം നേതാക്കൾ, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ, അവരൊക്കെ ഇപ്പോൾ വന്ന് പറയും ഈ ചെറുക്കൻ്റെ തലയ്ക്ക് ഭ്രാന്താന്ന് പറയും. കാരണം അവരൊക്കെ ഇന്നും ആരാധിക്കുന്നൊരു കഥാപാത്രമാണ്. അതായത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും വലിയ വീരാരാധനയോട് നോക്കുന്ന കഥാപാത്രമാണ് ഈ പറയുന്ന വീർ സവർക്കർ. ഇനി ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ആം സ്ട്രഗിൾ ആണല്ലോ ബേസിക്കലി, അവിടെയൊക്കെ പല റെജിമെന്റിലോ ഓഫീസിലൊക്കെ വീർ സവർക്കറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം ഈ അടുത്ത സമയത്ത് ഈ വീർ സവർക്കറെ വീണ്ടും പാർലമെന്റിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഉദ്ധവ് താക്കറെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കാരണം മഹാരാഷ്ട്ര പൊളിറ്റിക്സിലും മറാഠിയാണ്, അതായത് വെസ്റ്റേൺ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വീർ സവർക്കർ ഇന്നും അവരുടെ വീരാരാധനയാണ്. അതുപോലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് ശരത് പവാർ, അവിടുത്തെ പഴയ കോൺഗ്രസ് നേതാവ്, NCPയുടെ നേതാവ്, എന്തുകൊണ്ടാണ് വീർ സവർക്കറിന്റെ ഇഷ്യൂ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ട് തെറ്റുന്നത്? കാരണം ബേസിക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റുവും കുടുംബവും ഒന്നും മാത്രമല്ല, ഒരു കുടുംബം വിചാരിച്ചാലും നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് ഒത്തിരി കപടതയും കള്ളത്തരവും കയറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതിയത് മുഴുവനും, അതായത് നെഹ്റു ഇരുന്ന സമയത്ത് പഴയ കമ്മ്യൂണിസ്റ്റുകാരും അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ആ ഇൻ്റലക്ച്വൽസിനെ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. ഈ ചരിത്രം എഴുതിയിരിക്കുന്നത് ഒത്തിരി പച്ചക്കള്ളവും കപടതയും മാത്രമാണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്.
കാരണം ഒരു ഫാമിലിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് നെഹ്റു ഫാമിലി ഹൈലൈറ്റ് ചെയ്യാൻ, പിന്നെ മഹാത്മാഗാന്ധിജിയുടെ കരിഷ്മ കിട്ടണം. ഇപ്പം പഴയ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിജി പോലും അറിയാതെയാണ് ഈ ഗാന്ധിജിയുടെ പേര് ഇന്ദിരാഗാന്ധിക്ക് കയറിയിടുന്നത്. പിന്നീട് ഫിറോസ് അതിൻ്റെ ഒരു കഥയുണ്ടാക്കി. ഈ കഥയെല്ലാം മാനിപ്പുലേറ്റഡ് കഥയായിരുന്നു. അല്ലെങ്കിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെ മകനാണ് ഈ ജവഹർലാൽ നെഹ്റു. അതിനെപ്പറ്റി പറയുന്ന മറ്റൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ എല്ലാ സമ്പത്തും അവരുടെ കയ്യിലായിരുന്നു. ചില ആൾക്കാർ അടുത്ത സ്റ്റോറിൽ ലക്നൌവിലും കണ്ട് ഇവരുടെ വീട്ടിൽ പോകാൻ നേരത്ത് ഇവരുടെ ഒരു ക്ലോക്കിന് കീ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്ലോക്കിന് കീ കൊടുക്കാൻ നേരം മുഴുവൻ അത്ര വലിയ പൊട്ടാരമായിരുന്നു. അത് വൈകുന്നേരമാകും. കാരണം പണ്ട് കീ കൊടുക്കുന്ന ക്ലോക്ക്. ഇതൊക്കെ പച്ച കള്ളത്തരം ഉണ്ടാക്കി വിട്ട സ്റ്റോറികളാണ്. പിന്നെ അടുത്ത ചെറുപ്പത്തിൽ ഞാൻ വേറെ കഥ കേട്ടിട്ടുണ്ട്. അതായത് നെഹ്റു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ കിങ്, അതായത് ലണ്ടൻ ബക്കിംഗ്ഹാം പാലസിലെ യുവരാജാവ്, അതായത് അവിടുത്തെ വീണ്ടും അവിടെ ഭരണത്തിൽ വരേണ്ട ആൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം നെഹ്റുവിന് 4 കാറ് 4 ഡോറി വന്നിരിക്കും യൂണിവേഴ്സിറ്റിയുടെ. ഇതേപോലെയുള്ള പച്ച കള്ളത്തരം മുഴുവൻ അടിച്ചു വിട്ടത് ഇവിടെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് ഇടതുപക്ഷക്കാരന്മാരുണ്ടാക്കി വെച്ച കഥയാണിത്. ഇത് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗത്തിലൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ബേസിക്കലി നെഹ്റുവിൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ആവറേജ് ഫാമിലി ആയിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നെഹ്റു ഫ്രീഡം സ്ട്രഗിളിൻ്റെ പാർട്ടായിരുന്നു. പിന്നെ അടുത്ത വലിയൊരു സംഭവം, വലിയൊരു കള്ളമടിച്ചിട്ടുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിക്ക് നെഹ്റു ജയിലിൽ വെച്ച് എഴുതിയ കഥ നിങ്ങൾ കേട്ട് കാണും ഈ സംഭവം. ഇതിൻ്റെ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി അന്വേഷിച്ച് കഴിയുമ്പം നെഹ്റു ഇങ്ങനെ കത്തും കിടാപ്പും കോപ്പൊന്നും എഴുതിയിട്ടില്ല. ഇതൊക്കെ ആഫ്റ്റർ തോട്ട്, അതായത് ഇതിനൊക്കെ ശേഷം ഉണ്ടാക്കിയെടുത്ത ഓരോ കഥകളാണ്. അതായത് ആ ഫാമിലിക്ക് അടുത്ത പ്രധാനമന്ത്രിയാകണം, ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കണം, ഗാന്ധിജിയുമായിട്ടുള്ള ബന്ധം ഇതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസും ചരിത്രവും മുഴുവനും കയറ്റിവിട്ട് നശിപ്പിച്ചത് സംഭവം. യഥാർത്ഥ സത്യം പുറത്തു പറയാൻ പോലും ഇവർ ഇപ്പോഴും അതാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസുമായിട്ടുള്ള ചരിത്രവും, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസും പ്രീ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല റിസർച്ച് ചെയ്ത് ബുക്സ് എഴുതാൻ ആളുകൾ തയ്യാറാകണം. അതേപോലെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതേപോലെ കള്ളത്തരമാണ് കയറ്റിവിട്ടിരിക്കുന്നത്. ഇപ്പം വീർ സവർക്കർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വർഷം, 50 വർഷം കണ്ടാണ് ജയിലിൽ തടവ് ശിക്ഷ കൊടുത്തിരുന്നത്. കാരണം സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ശക്തമായ രീതി, കാരണം ഗാന്ധിജിയുടെ തീരുമാനമുണ്ട് അഹിംസ, അതൊരു വെപ്പൺ തന്നെയായിരുന്നു. അപ്പോൾ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് പല ആശയക്കാരുണ്ടാകും. അപ്പം ഭഗത് സിംഗ്, അദ്ദേഹത്തിൻ്റെ ആശയം എന്തായിരുന്നു? കാരണം ഇതുമായിട്ടൊക്കെ, കാരണം അതിക്രൂരമായിട്ടാണ് ബ്രിട്ടീഷ് സൈനികർ ഇന്ത്യയോട് പെരുമാറിയത്, കാരണം ഫ്രീഡം സ്ട്രഗിളുമായിട്ട്. അപ്പം അതിനെ അടിച്ചമർത്താൻ പല രീതിയിലുള്ള സംഭവങ്ങൾ അന്നത്തെ ബ്രിട്ടീഷ് റിജീം, അതായത് ഭരണകർത്താക്കൾ ഇന്ത്യയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള കാര്യം. അതിനെ തുടർന്നാണ് പിൻകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ബക്കിംഗ്ഹാം പാലസും ക്ഷമ ചോദിച്ചത്. കാരണം ക്രൂരമായ ഭരണമാണ് അവർ ഇന്ത്യൻ കോളനിയിൽ നടത്തിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയും. എനിക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച്, വീർ സവർക്കറെ പറ്റി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ പറ്റിയും എനിക്കൊന്നും ഈ മൊണ്ണയ്ക്ക് ഒരു കോപ്പ് അറിയത്തില്ല ബേസിക്കലി. കാരണം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഇന്ത്യ അത്ര വലിയൊരു രാജ്യമാണ്. പല ഭാഷക്കാർ, പല ആൾക്കാർ, വൈവിധ്യമാർന്ന ഭക്ഷണം, ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ വേണ്ടി, കാരണം നോർത്തേൺ ഇന്ത്യ വേറെ, സദേൺ ഇന്ത്യ വേറെ, ഈസ്റ്റേൺ ഇന്ത്യ വേറെ, വെസ്റ്റേൺ ഇന്ത്യ വേറെ, അങ്ങനെ പല ഭാഗത്താണ്, പല ഭാഷകളാണ്. അപ്പം ഇതിനകത്ത് പല രീതിയിലുള്ള ഫോർമേഷനും ട്രാൻസ്ഫോർമേഷനും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ട്രഗിളിന് ഒരു ശരിക്കും ഒരു സ്ട്രക്ചറായിട്ടൊരു അനാറ്റമി ക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിനകത്ത് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയായിരുന്നു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത്. കാരണം ഗാന്ധിയൻ ഫിലോസഫി അതിനകത്ത് മാറ്റർ ചെയ്യുന്നുണ്ട്, അഹിംസ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് ഈ സവർക്കറെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള വലിയൊരു കഥയുണ്ട്. ഈ ഹിന്ദു മതത്തിനകത്ത്, അതായത് ഹിന്ദു ലൈഫ് സ്റ്റൈലിനകത്ത് റിഫോർമേഷൻ, അതായത് രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം റിഫോർമേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചയാൾ വീർ സവർക്കറാണ്. കാരണം അദ്ദേഹം ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ ഭയങ്കരമായിട്ട് എതിർത്ത ആളാണ്. ശക്തമായിട്ട് അയാൾ
പക്ഷേ അതിനകത്തുള്ള തന്നെ പല ഹിന്ദുക്കളായിട്ടുള്ള സംഘടനകളും നേതാക്കളും അതിനെ എതിർത്തു. അപ്പൊ അതിൻ്റെ പേരിൽ അയാളിപ്പം ആന്റി ഹിന്ദുത്വയാണോ ഹിന്ദു എന്ന് പറയാൻ പറ്റരുത്. കാരണം അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം നേതാക്കളും നിങ്ങൾക്കറിയാം ഫോർവേഡ് കാസ്റ്റാണ്. അപ്പൊ അതിനകത്ത് അവരോട് പറഞ്ഞ് ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഏറ്റവും ആവശ്യം, അന്ന് സവർക്കർ പറഞ്ഞ കാര്യമാണ്, റിഫോർമേഷൻ എന്ന് പറയുന്നത് ഈ കാസ്റ്റിസം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കണം. ഇത് ബേസിക്കലി ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് വീർ സവർക്കറാണ്, അല്ലാതെ നെഹ്റുവോ ഗാന്ധിജിയോ അല്ല. ബേസിക്കലി ഇന്ത്യയുടെ സെക്യുലർ മനോഭാവം, സെക്യുലർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി ആന്റി മുസ്ലിം ഒന്നും ആയിരുന്നില്ല ഇയാളപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള ഹിന്ദുക്കളെ യുണൈറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്ന പല ഹിന്ദു രാജാക്കന്മാരും വേർതിരിഞ്ഞ് നിൽക്കുകയാണ് സ്വാതന്ത്ര്യത്തിൽ. ചിലർക്ക് സ്വാതന്ത്ര്യം വേണ്ട. ഇപ്പൊ ട്രാവൻകൂർ അയാൾക്ക് വേറെ രാജ്യമാകണം. ഇതിന്റെ റീസണിലാണ് പുള്ളി ഒരു ഹിന്ദുത്വ രീതിയിലോട്ട് ഇവരെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്ന സംഭവം. അല്ലാതെ ഇയാൾ ഹാർഡ് കോർ ഹിന്ദുത്വം ഗ്രാപ്പും ഗോപ്പും ഒന്നും ആയിരുന്നില്ല. കാരണം ഇന്ത്യയിലെ ഹിന്ദു രാജാക്കന്മാരെയും ഹിന്ദുക്കളായുള്ള ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ കാരണം ഇന്ത്യ യുണൈറ്റഡ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇന്ത്യ പല പാർട്ടുകളായിട്ട് പോകും. ഇതായിരുന്നു ഇയാളുടെ ഫിലോസഫി എന്ന് പറയുന്നത്. അതിനെ ഇത്രയും വൃത്തിഹീനമായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അറ്റാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സുഡാപ്പികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഈ സംഭവമൊക്കെ യഥാർത്ഥ ഇന്ത്യൻ ഹിസ്റ്ററി പുറത്ത് വരേണ്ടിയിരിക്കും. അതിന് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് കാര്യമായ ഇടപെടൽ നടത്തിയിട്ട് യഥാർത്ഥ ഹിസ്റ്ററി, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ ആണെങ്കിലും ആരൊക്കെയാണ് ഐക്കോണിക് ഫിഗർ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വിടണം. കാരണം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ് പാർട്ടി ആ ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും എഴുതിയിരിക്കുന്ന പച്ചക്കള്ളമാണ്, എവിടെയും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പം ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് ആ മൊണ്ണയ്ക്ക് ഇതൊന്നും അറിയത്തില്ല, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്, അതിൻ്റെ കാര്യം. ഇപ്പം നെഹ്റുവിനെതിരെ ആണെങ്കിലും ഗാന്ധിജിക്കെതിരെ ഇതേപോലെ കോൺട്രവേഴ്സി പലതും ഉണ്ടായിരുന്നു. ഇതൊന്നും എവിടെയും പറയുന്നില്ല. അതെന്താ പറയാത്തത്? അപ്പം പല 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 ചരിത്രമുണ്ട്, ഇവരെ പറ്റി വളരെ മോശമായ രീതിയിലുള്ള അലിഗേഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും എവിടെയും പറയുന്നില്ല. സവർക്കറെ പറ്റി കാരണം അദ്ദേഹം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അതിനെതിരായിരുന്നു, ഇന്ത്യ ഒരുമിച്ച് നിർത്തണം അതിനെ അനുകൂലിച്ചിരുന്നു. ഇതൊക്കെ വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്രയും ജാതിയും മതവും പല ഭാഷയും സംസാരിക്കുന്ന ഇന്ത്യയിൽ എങ്ങനെ ഒരുമിച്ച് നിർത്തും, അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ഹിന്ദുത്വ ഫിലോസഫി എന്ന് പറയുന്ന സവർക്കർ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ബോധ്യവൽക്കരിച്ചിട്ട് ഈ രാജാക്കന്മാരെയും ഈ നാട്ടുരാജാക്കന്മാർ ഇവർ ഒരുമിച്ച് നിർത്തുക. ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഹിന്ദുത്വയായിരുന്നു വീർ സവർക്കർ നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നത്.